നമസ്കാരം. തോൽവി സമ്മതിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം നടത്താൻ സാധിച്ചു എന്ന് പറഞ്ഞ് രംഗം വിടുകയാണ് രമ്യ ഹരിദാസ്. കഴിഞ്ഞ 28 വർഷമായി ഇടതിനെ ചേർത്ത് പിടിച്ച ചേലക്കരയിൽ ഇനി എന്ത് കുതന്ത്രം കാണിച്ചാലും കോൺഗ്രസിനോ BJPക്കോ ജയിച്ചു മുന്നേറാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിലൊന്നും യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും രമ്യ പ്രതികരിക്കുന്നുണ്ട്. 2021 ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തെ 1/3 കുറയ്ക്കാൻ സാധിച്ചു എന്നതിനെയാണ് കോൺഗ്രസിന് ആകെ നേട്ടത്തിന്റെ പട്ടികയിൽ പെടുത്താനുള്ളത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നും അത് ഫലത്തിൽ കോൺഗ്രസിനെ പുഷ്ടിപ്പെടുത്തും എന്നൊക്കെ നേതാക്കൾ കരുതി. പക്ഷേ ഭരണപക്ഷ വികാരം കൊണ്ട് തങ്ങളുടെ നേതാവിനെ വീണ്ടും കൊണ്ടുവരികയാണ് ഇടതിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഇത്തവണ ചെയ്തത്. പാലക്കാട് വോട്ട് വിഹിതം കുറഞ്ഞെങ്കിലും ഡോക്ടർ പി സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് തെളിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തേത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വലിയ മുതൽക്കൂട്ടായ അദ്ദേഹത്തെ രാഷ്ട്രീയ പോരാട്ടത്തിന് മുൻപന്തിയിൽ നിർത്തി മുന്നോട്ടു പോകാനാണ് ഇടതുപക്ഷത്തിന്റെ ഇനിയുള്ള തീരുമാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് ഇത്തവണ LDFന് ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണ്. പാലക്കാട് CPIM എഴുതിത്തള്ളേണ്ട സീറ്റല്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. പാലക്കാട് UDF ജയിച്ചത് എല്ലാ വർഗീയ ശക്തികളെയും ചേർത്തുകൊണ്ടാണ്. ഒരു മഴവിൽ സഖ്യം പോലെ പ്രവർത്തിച്ചാണ് അതിന്റെ വിജയം എന്ന് വെളിപ്പെട്ടുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. UDFനു വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും വലിയ വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയും SDPഐയുമാണ്. ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും യോജിച്ച് പ്രവർത്തിക്കുന്നതാണ് പാലക്കാട് കണ്ടത്. വയനാട്ടിലെ UDF വിജയം പ്രതീക്ഷിച്ചതാണെന്നും 3 മണ്ഡലത്തിലും BJPയുടെ പരാജയം ആഹ്ലാദം ഉണ്ടാക്കുന്നതാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. എന്നാൽ പാലക്കാട് വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും BJPയുടെയും കോൺഗ്രസിന്റെയും വർഗീയതയെ മുൻനിർത്തിയുള്ള കുതന്ത്രങ്ങൾക്ക് മുന്നിൽ LDFന് മുന്നേറ്റം നേടാനായില്ല എന്നത് സത്യം തന്നെ. ഇരട്ട വോട്ട് ചെയ്യാൻ നിന്ന BJP പ്രവർത്തകരുടെ ഉള്ളിലിരിപ്പ് ഇടതുപക്ഷം നേരത്തെ കണ്ടിരുന്നു. സംഘർഷം ഒഴിവാക്കാനാണെന്ന് പറഞ്ഞാണ് KM ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്താത്തതെന്നായിരുന്നു BJPയുടെ പ്രതികരണം. ആർക്കും തന്നെ തടയാനാകില്ലെന്ന വീരവാദം മുഴക്കിയെങ്കിലും പുള്ളിയെ പിന്നെ ആ വഴി ആരും കണ്ടിട്ടില്ല. ഇരട്ട വോട്ട് ചെയ്യാൻ വരുമെന്ന് പ്രതീക്ഷിച്ച ഹരിദാസിനെ തടയാൻ കാത്തുനിന്ന കോൺഗ്രസ് നേതാക്കൾ പോസ്റ്റായി പോയ കാഴ്ചയാണ് പിന്നീട് ജനങ്ങൾ കണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതിവിഗതികളൊക്കെ വീട്ടിലിരുന്ന് ചായയും കുടിച്ച് TVയിൽ കണ്ട ഹരിദാസ് നേരം പോക്കി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സംഘർഷം ഭയന്നാണ് മാറുന്നതെന്ന്. അപ്പോൾ സംഘർഷത്തിന്റെ സ്ഥലത്ത് സാധ്യതയുണ്ടെന്ന് അദ്ദേഹം തന്നെ ഉറപ്പിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കാൻ ശ്രമിച്ച BJP എറിഞ്ഞ വടിയും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. ഇതിന്റെ തെളിവ് കൂടിയായി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മാറി.